പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം അന്യ എന്ന വചന സന്ദേശത്തിലേക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗം, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിപ്രശ്നരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിയായിക്കൊണ്ട് ഇങ്ങനെ ചെയ്യും. കർത്താവ് ഇന്ന് നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇടറിപ്പോകാൻ, പലരും ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൂടെയുള്ളവരെ നോക്കിക്കൊണ്ട് ഇടറിപ്പോകും, നേതൃത്വത്തെ നോക്കിക്കൊണ്ട് ഇടറിപ്പോകും, വിശ്വാസികളെ നോക്കിക്കൊണ്ട് ഇടറിപ്പോകും, സഭയിലുള്ളവരെ നോക്കിക്കൊണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ളവരെ നോക്കിക്കൊണ്ടെല്ലാം നമ്മൾ വിശ്വാസം ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. യേശു കർത്താവ് പറയാണ്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാനത് നിങ്ങളോട് പറയുന്നു. കണ്ടോ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരുന്നാൽ, വിശ്വാസത്തിലേക്ക് വന്നാൽ, യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചാൽ നിങ്ങളെ മറ്റുള്ളവരെല്ലാവരും കൂടെ കൂടി പുറത്താക്കും. നിങ്ങളെ ആരും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയല്ല. കണ്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നതെന്നാണ് യേശു പറഞ്ഞത്. അവർ നിങ്ങളെ പള്ളിപ്രശ്നരാക്കും, പള്ളിയിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾ യേശുവിനെ രക്ഷിതാവും നാഥനും സ്വീകരിച്ച് വിശ്വാസ സ്നാനമൊക്കെ എടുത്ത് വിശുദ്ധിയിലും വേർപാടിലൊക്കെ ഒന്ന് ജീവിക്കാൻ വേണ്ടി ഒന്ന് ആഗ്രഹിച്ചോ, നിങ്ങളായിരിക്കുന്ന സഭയിൽ നിന്ന്, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിൽ ഉള്ളവരെയൊക്കെ ഉള്ള അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങളെ പുറത്താക്കും. നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. എന്നിട്ടോ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കി പള്ളിപ്രശ്നരാക്കും. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരും. അവർ പിതാവിനെയോ എന്നെയോ അറിയായിക്കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റെടുത്തതിന്റെ പേരിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും അത് നമ്മൾ സന്തോഷത്തോടെ അത് സഹിക്കുവാനും ക്ഷമിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള കൃപയാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഇടറിപ്പോകരുത്. വിശ്വാസത്തിലേക്ക് വന്ന പേരിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് ജോലി പോലും നിഷേധിക്കുന്നെങ്കിൽ നിങ്ങളിൽ അതിൽ ഭാരപ്പെടരുത്. വിശ്വാസത്തിൽ വന്ന പേരിൽ കമ്പനിയിൽ നിന്ന്, നിങ്ങളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടെങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് നൽകപ്പെട്ട ഒറ്റ നാമം യേശു എന്ന നാമമായുള്ളൂ. അതുകൊണ്ടാണ് ഇടറിപ്പോകരുതെന്നും നിങ്ങളെ മറ്റുള്ളവർ കൊല്ലുവാനോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. ആരെവിടെ നിന്ന് പുറത്താക്കിയാലും ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിൽ നിന്ന് പുറത്താകരുതെന്ന് നമ്മൾ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിലായിരിക്കണം നമ്മൾ വിശ്വസിക്കേണ്ടത്. യേശുവിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിലാണ് നമുക്ക് പിതാവിൽ നിന്ന് വേണ്ട ദൈവിക കൃപകൾ മുഴുവൻ പകർന്നു കിട്ടുന്നത്. ഈ കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? അവർ പിതാവിനെയോ എന്നെയോ അറിയായിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് യേശു അവരോട് മുന്നമേ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിച്ചു. പ്രിയമുള്ളവരെ, അവരെ അന്നുള്ള പുരോഹിതന്മാരെല്ലാം കൂടെ അടിച്ചു പുറത്താക്കി. അവരെ കൊല്ലാൻ വേണ്ടി തുടങ്ങി. കൂടെയുള്ളവരെല്ലാം കൊന്നു. യാക്കോബിനെ ശിരച്ഛേദം ചെയ്ത ശേഷം പത്രോസിനെ പിടിച്ച് തടവറയിലാക്കുവാനൊക്കെ ഇടവന്നെങ്കിൽ അവർ ഈ യേശു പറഞ്ഞ വചനം, ഇടറിപ്പോകരുതെന്ന് പറഞ്ഞ വചനം അവരുടെ അകത്ത് വെളിപ്പെട്ടു. അവരാ തടവറയുടെ അകത്ത് അവിടെ കിടന്നു. രാത്രിയിൽ സുസ്ഥമായി ഉറങ്ങി. കർത്താവ് ദൂതനെ വിട്ടു, ചങ്ങലകൾ അഴിച്ചു, ആ വാതിലുകളെല്ലാം തുറന്നു. 1, 2, 3 ആ നഗരത്തിന്റെ വലിയ ഇരുമ്പ് കവാടം വരെ തുറന്നു. എന്തിനാ? ഞാൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, ഇടറിപ്പോകരുത്, ഞാൻ നിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് ലോകം നിങ്ങളെ അറിയില്ല, അത് കർത്താവിനെ അറിയുന്നില്ല. ലോകം നിങ്ങളെ പഴിക്കും, മറ്റുള്ളവർ പഴിക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും.
ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളൊരു വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന്റെ പേരിൽ നിങ്ങളേറ്റ പഴികളുണ്ടല്ലോ, നിന്ദനങ്ങളുണ്ടല്ലോ, പരിഹാസങ്ങളുണ്ടല്ലോ, ഒറ്റപ്പെടുത്തലുകളുണ്ടല്ലോ, ഇതെല്ലാം സഹിക്കാൻ ഒരു ഭാഗ്യം തന്ന ദൈവത്തിന് എത്ര നന്ദി പറയണം. മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുമ്പോഴൊക്കെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നേ. ആര് മാറ്റി നിർത്തിയാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നേ. ഈ കൂടെയുള്ള കർത്താവിനെ ചേർന്നൊന്ന് ആരാധിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര മഹത്വമാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ഇടറിപ്പോകുകയില്ല, ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോകുകയില്ല, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഇടറിപ്പോകുകയില്ല, ഞങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇടറിപ്പോകുകയില്ല. ഒരു ലോകമോഹത്തിലേക്കും പോകാത്തവണ്ണം ഞങ്ങളെ കരുതുന്നവന്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തരുടെയും പകർന്നു തരണം. കർത്താവ് മഹത്വമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.